ഹായ്, ഇന്നിപ്പോൾ നെത്തോലിയും ചാളയാണ് കിട്ടിയേക്കുന്നത്. രണ്ടും വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നെത്തോലി വെക്കാമേ. നെത്തോലി മാങ്ങയിട്ടാണ് വെക്കുന്നത്. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ദാണ്ട് മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ നീളത്തിന് അരിഞ്ഞ് തേങ്ങയും പിന്നെ കാന്താരി മുളകൊക്കെ ഇട്ടാണ് വെക്കുന്നത്. ഒരു മുറി തേങ്ങയും ഒരു കൊച്ചുള്ളിയും കാന്താരി മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എരിവ് കുറവുള്ള മുളക് പൊടിയാണേ. ഒരു സ്പൂൺ മുളക് പൊടിയും ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ദാണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞിട്ടില്ല. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈവച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാമേ. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതുകൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാമേ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടച്ചു വെച്ച മീൻകറിയിൽ ഇതുപോലെ തിള വരും കേട്ടോ. അപ്പോൾ അതാണ്ട് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ക്യാരറ്റും സവാളയും ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ക്യാരറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല വാടി വരുമ്പോൾ അരപ്പ് ചേർത്താൽ മതി. അരപ്പിനൊരു ശകലം തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ജീരകവും കാന്താരി മുളകും എടുത്തേക്കുന്നത്. അത് ചതച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നല്ല വാടി വരുമ്പോൾ അരപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആവി വരും. അപ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം മീൻകറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റ് തോരനും മീൻകറിയുമാണ് ഇന്നത്തെ ഉച്ചയൂണിന്. ബായ്.